ഓക്കെ, അപ്പോൾ പുതിയ നോൺ മെറ്റൽ ആയിട്ടുള്ള ഓക്സിജനെ നമുക്ക് പരിചയപ്പെടാം. ഓക്സിജനെ നമുക്കറിയാം, ഓക്സിജൻ ഡയാറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെ, O2 ആയിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഹൈഡ്രജനെ നമ്മൾ പറഞ്ഞു മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് ഹൈഡ്രജൻ. ദെൻ നൈട്രജനിലേക്ക് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് നൈട്രജൻ എന്ന് പറഞ്ഞു. ഇനി ഓക്സിജന്റെ കേസ് വരുന്നത്, ഓക്സിജൻ ഇസ് ദി മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദി എർത്ത്സ് ക്രസ്റ്റ്. എർത്ത്സ് ക്രസ്റ്റില് അല്ലെങ്കിൽ എർത്തിന് കുറെ പാളികളുണ്ട് അല്ലെ, അതിൽ ഏറ്റവും മുകളിലെ പാളി, ഓക്കെ, മുകളിലെ പാളിയിൽ എർത്ത്സ് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എലമെന്റ് ആണ് ഓക്സിജൻ. Then oxygen, which is known as breath of life, is a gas which is inevitable for the existence of life. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബ്രെത്ത് ഓഫ് ലൈഫ്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റൂല അല്ലേ, ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ അറിയപ്പെടുന്നത് ബ്രെത്ത് ഓഫ് ലൈഫ് എന്നാണ്. ഓക്കെ, ആൻഡ് ഇസ് എ ഗ്യാസ് വിച്ച് ഈസ് ഇനവിറ്റബിൾ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. പറഞ്ഞു തന്നെ, ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് നമ്മളുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ദെൻ ഓക്സിജൻ ഈസ് ഫൗണ്ട് ഇൻ ഫ്രീ ഓർ കമ്പൈൻഡ് സ്റ്റേറ്റ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ, വാട്ടർ, മിനറൽസ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് എയറിലും വാട്ടറിലും മിനറൽസിലും ലിവിങ് ഓർഗാനിസത്തിലും ഒക്കെ എന്തുണ്ട്, നമുക്ക് ഓക്സിജനെ കാണാൻ പറ്റും. ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റേറ്റിലോ നമുക്ക് ഓക്സിജനെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഓക്സിജൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. ഈ ഫസ്റ്റ് പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക, എർത്ത്സ് ക്രസ്റ്റിൽ ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഓക്സിജൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് ലബോറട്ടറിയിൽ ഓക്സിജനെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ലബോറട്ടറി. ഓക്കെ, അപ്പോൾ ലബോറട്ടറിയിൽ ഓക്സിജനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുന്നു. അതിലേക്ക് കുറച്ച് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എടുക്കുന്നത്. എന്താണ് എടുക്കുന്നത് ആയിഷക്കുട്ടി? യെസ്, വെരി ഗുഡ്. നമ്മൾ ബോയിലിംഗ് ട്യൂബിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ചൂടാക്കുകയാണ് കേട്ടോ, ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ അതിനെ ചൂടാക്കുകയാണ്. ചൂടാക്കുന്ന സമയത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് K2MnO4 പ്ലസ് MnO2 പ്ലസ് O2 എന്നിവ ആയിട്ട് മാറും. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്സിജനെ ഉണ്ടാക്കലാണ് അല്ലെ. അപ്പൊ KMnO4 നമ്മൾ ചൂടാക്കുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുന്നു, വിഘടിച്ചിട്ട് K2MnO4 MnO2 പ്ലസ് O2 ഓക്സിജൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഓക്സിജനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ആർക്കാണെന്നുള്ള ഓർമ്മശക്തി ഉള്ളത് നോക്കാം. ഓക്കെ, ഇൻസേർട്ട് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദി മൗത്ത് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്, വാട്ട് ഈസ് ദി ഒബ്സർവേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ബോയിലിംഗ് ട്യൂബിന്റെ KMnO4 ഇട്ടു, അതിനെ ചൂടാക്കുന്നുണ്ട്. ആ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബോയിലിംഗ് ട്യൂബിന്റെ മുകളിലേക്കായിട്ട് ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് വെക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? നമ്മളുടെ മാച്ച് സ്റ്റിക്ക് എന്ത് ചെയ്യും, ആളി കത്താൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെ. മാച്ച് സ്റ്റിക്ക് വിൽ ബേൺസ് വിത്ത് മോർ ഇന്റൻസിറ്റി. ഓക്കെ, കാരണം എന്താണ്, ഓക്സിജൻ ആണ് അവിടെ വരുന്നത്. ഓക്സിജൻ എന്താണ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. അപ്പൊ അത് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളിനെ, ചെറുതായിട്ട് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളിനെ എന്ത് ചെയ്യും, നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓക്സിജൻ സഹായിക്കും. അപ്പൊ ഇങ്ങനെയാണ് ലബോറട്ടറികളിൽ നമ്മളുടെ ഓക്സിജനെ നിർമ്മിക്കുന്നത്. KMnO4 ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിപ്പിച്ചിട്ടാണ് ലബോറട്ടറികളിൽ ഓക്സിജനെ നിർമ്മിക്കുന്നത്. നെക്സ്റ്റ്, ഓക്സിജന്റെ കുറച്ച് സവിശേഷതകളെ നമ്മൾ പറയാണ്. കളർ. ഓക്സിജന് കളർ ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? കളർ ഇല്ല അല്ലെ, ഓക്സിജന് കളർ ഇല്ല. വെരി ഗുഡ്. ദെൻ ഓർഡർ. സ്മെൽ ഉണ്ടോ? വെരി ഗുഡ്. ഓർഡറും ഇല്ല. ഓക്കെ, സ്മെല്ലും ഇല്ല, നിറവും ഇല്ല നമ്മളുടെ ഓക്സിജന്. ദെൻ സോലിബിലിറ്റി ഇൻ വാട്ടർ എന്ന് പറയുന്നത് സോലിബിൾ ആണ്. ഓക്കെ, വാട്ടറിൽ സോലിബിൾ ആണ് നമ്മളുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ദെൻ നേച്ചർ ഓഫ് കമ്പഷൻ. യെസ്, വെരി ഗുഡ്. നേച്ചർ ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ബേൺ ആണ് അല്ലെ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് നമ്മളുടെ ഓക്സിജൻ. ഓക്കെ, നെക്സ്റ്റ്, ലബോറട്ടറിയിൽ നമ്മൾ KMnO4 ചൂടാക്കി, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയിട്ടാണ് അല്ലെങ്കിൽ വിഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഓക്സിജൻ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയലി കൂടുതൽ എമൗണ്ടിൽ നമുക്ക് ഓക്സിജനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഈസ് മാനുഫാക്ചർഡ് ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ.
വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, ഇലക്ട്രോളിസിസ് വഴിയായിട്ടാണ് നമ്മൾ ഓക്സിജനെ ഉണ്ടാക്കുന്നത്. 2H2O ഇലക്ട്രോളിസിസിന് വിധേയമാകുന്നു ആൻഡ് H2+O2 ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്സിജൻ എന്ത് ചെയ്യാ, വെറുതെ ഇരിക്കൂല കേട്ടോ. ഓക്സിജൻ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ തോണ്ടാൻ വേണ്ടി പോകും. അതുപോലെയാണ് ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്. ഓക്സിജൻ ഇങ്ങനെ വെറുതെ നിൽക്കൂല, ആരെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് അതിനെ ചൊരിയാൻ പോകും. അതുപോലെ ഓക്സിജൻ എന്ത് ചെയ്യണം, മെറ്റലുമായിട്ടും അതുപോലെ നോൺ മെറ്റലുമായിട്ടും റിയാക്ട് ചെയ്തിട്ട് അവരുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇരുമ്പ് തുരുമ്പിക്കുന്നത് അല്ലേ, ഇരുമ്പ് തുരുമ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്താണ്, ഓക്സിജൻ ഈ ഇരുമ്പുമായിട്ട് റിയാക്ട് ചെയ്യാണ് ഇൻ ദി പ്രസൻസ് ഓഫ് ഈർപ്പം. ഓക്കെ, ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ജലബാഷ്പത്തിന്റെ പ്രസൻസിലാണ് ഇരുമ്പ് തുരുമ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ നമ്മളോട് എക്സാമിന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് കുറച്ച് കാലം വെക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ഓർ അയൺ, ഓക്കെ, ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്. അതുകൊണ്ടാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചില മെറ്റലുകൾ കുറെ കാലം വെക്കുന്ന സമയത്ത് അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു, അപ്പോഴും നമുക്ക് ഇത് തന്നെ എഴുതാം, ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഓക്സിജൻ റിയാക്ട് വിത്ത് നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ പോലുള്ള നോൺ മെറ്റലുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു ടു ഫോം എന്താ ഉണ്ടാവുക, കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആൻഡ് ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന നോൺ മെറ്റലുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓക്സിജൻ റിയാക്ട് വിത്ത് നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, കാർബൺ പ്ലസ് ഓക്സിജൻ gives CO2 or carbon dioxide. Then 2H2 plus O2 gives 2H2O. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ആണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂസസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹെൽപ്സ് കമ്പഷൻ, ജ്വലന കത്താൻ സഹായിക്കുന്നുണ്ട്. ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റോക്കറ്റ് ഫ്യൂൽസിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആൻഡ് ഓക്സി അസെറ്റിലിൻ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഓക്സി അസെറ്റിലിൻ ഫ്ലെയിമിൽ ഓക്സിജനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഓസോൺ ആണ്. ഓസോണിന് നമുക്കറിയാം സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന ഭൂമിയുടെ ഒരു കുട അല്ലെങ്കിൽ ഭൂമിക്കൊരു പുതപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഓസോണിനെ പറയാറുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ സാധാരണ ഓക്സിജൻ എന്ന് പറയുന്നത് O2 ആയിട്ടാണ് അല്ലേ കാണാറുള്ളത്. നോക്കിക്കേ, ഓസോൺ എന്ന് പറയുന്നത് ഓസോൺ മോളിക്യൂൾ ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് 3 ഓക്സിജൻ ആറ്റംസ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിയതാണ്, അതായത് O3 ആണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ മോളിക്യൂൾ ഈസ് O3. ഓക്കെ, ദെൻ ഓസോൺ ഈസ് ഫൗണ്ട് മോർ കോമൺലി ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ലെയർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓസോണിനെ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് അജ്ലാൽ പറഞ്ഞതുപോലെ സ്ട്രാറ്റോസ്ഫിയർ, ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ കൂടുതലായിട്ടും ഓസോണിനെ കാണുന്നത്. ഓക്കെ, ഉണ്ടാവും. നോക്കാം നമുക്ക് ഓസോൺ എങ്ങനെയാണ് ഭൂമിക്കൊരു പുതപ്പായിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സുരക്ഷ നൽകുന്നത് നോക്കാം നമുക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ നമുക്കറിയാം. സൂര്യൻ ഉണ്ട് അല്ലെ, ഇതിൽ സൂര്യൻ ഉൾപ്പെട്ടിട്ടുണ്ട്. സൂര്യൻ ഉണ്ട് ഇവിടെ. സൂര്യനിൽ നിന്നുമുള്ള ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമ്മളുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഭൂമിയിലെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ടോ? യെസ്, ഓക്സിജൻ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ അബ്സോർബ്സ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഹാവിംഗ് ഹൈ എനർജി.
നോക്കിക്കേ, അൾട്രാവയലറ്റ് ഹൈ എനർജി ഉള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ സൂര്യനിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അത് ആ അൾട്രാവയലറ്റ് റേഡിയേഷനെ ഓക്സിജൻ O2 അബ്സോർബ് ചെയ്യാണ് ആൻഡ് ഡീകമ്പോസസ് ഇൻ ടു O. 2O ആയിട്ട് മാറുന്നു. O2 മോളിക്യൂൾ എന്താവും? 2 ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറുന്നു. ഓക്കെ, 2 ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറി. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ആറ്റം പോയിട്ട് മറ്റൊരു O2 കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? O3 ഉണ്ടാവും. O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, വെരി ഗുഡ്, ഓസോൺ ആണ് അല്ലേ? O3 ഓസോൺ ഉണ്ടായി. എന്താ ഇവിടെ സംഭവിച്ചത്? സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നു. ഭൂമിയിലെ അന്തരീക്ഷത്തിലുള്ള O2 ഈ ഒരു എനർജി കാരണം എനർജി അബ്സോർബ് ചെയ്തിട്ട് 2O ആയിട്ട് മാറുന്നു. 2 ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറുന്നു. ഈ ഓക്സിജൻ ആറ്റം മറ്റൊരു O2 മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് O3 ആയിട്ട് മാറുന്നു. ഓസോൺ ഉണ്ടായി. ഇപ്പൊ ഓസോൺ ഉണ്ടായി ട്ടോ. ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ടാണ് ഇത് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പൊ അവിടെ ഓസോൺ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്, ഉണ്ടായ ഓസോൺ ഉണ്ടല്ലോ, ഈ ഓസോണിന്റെ പണി എന്താന്ന് വെച്ചാല് അടുത്ത കുറച്ച് എനർജി കുറഞ്ഞ അൾട്രാ വയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. സൂര്യനിൽ നിന്ന് വരുന്ന കുറച്ച് എനർജി കുറഞ്ഞ അൾട്രാ വയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. O3 വീണ്ടും O2 ആയിട്ട് മാറുന്നു. O3 ഡികമ്പോസ് ചെയ്യുന്നു, O2 ആയിട്ട് മാറുന്നു. ഓക്കെ ഓക്കെ ഓസോൺ അബ്സോർബ്സ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹാവിംഗ് ലോ എനർജി ടു ഫോം ഓക്സിജൻ അഗൈൻ. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ നടക്കുന്നത്? ഓസോൺ ഉണ്ടാവുന്നു, ഓക്സിജൻ ആവുന്നു. ഓക്സിജൻ വീണ്ടും ഓസോൺ ആവുന്നു, ഓക്സിജൻ ആവുന്നു. O2 O3 O2 O2 O3 അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് അല്ലേ നടക്കുന്നത് അല്ലേ? ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സൈക്ലിക് പ്രോസസ്, ഈ ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ട് ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദി അറ്റ്മോസ്ഫിയർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അറ്റ്മോസ്ഫിയറിലുള്ള ഓസോണിന്റെ അളവ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈക്ലിക് പ്രോസസ് ഇല്ല എങ്കിൽ എപ്പോഴും എന്താണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, O2 O3 ആയി മാറുന്നു, O3 അങ്ങനെ O3 കൂടുതലായിട്ടുണ്ടാവുന്നു, O2യുടെ അളവ് കുറയുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. O3 ഉണ്ടാവുന്നുണ്ട്, അതിനുശേഷം അത് O2 ആയിട്ട് മാറുന്നുണ്ട്, വീണ്ടും O3 ആവുന്നു, വീണ്ടും O2 ആവുന്നു. അപ്പൊ ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് കാരണം ഓസോണിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് ഇൻ അവർ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ ഓസോൺ നമ്മളെ സംരക്ഷിക്കുന്നു, ഓസോൺ പാളി നമ്മളെ സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ? എങ്ങനെയാണ്? അപ്പോ അവിടെ അതിനുള്ള ആൻസർ ആണ് ഇവിടെ വരുന്നത്. The energy for these processes is obtained from the ultraviolet radiation from the sun. സണ്ണിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്നുമാണ് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള, ഈ ഒരു സൈക്ലിക് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എന്തെടുക്കുന്നത്? ഊർജം എടുക്കുന്നത്, എനർജി എടുക്കുന്നത്. സോ സച്ച് ഹാംഫുൾ റേഡിയേഷൻ ഡസ് നോട്ട് റീച്ച് ദ എർത്ത് എക്സസീവ്ലി. അതുകൊണ്ട് തന്നെ അത്രയും ഊർജം കൂടിയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടുതലായിട്ട് നമ്മളുടെ ഭൂമിയിൽ എത്തുന്നില്ല. കുറേ ഊർജം ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ ഈ ഓസോൺ O2 സൈക്ലിക് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ അത്രയും എനർജി ഭൂമിയിലേക്ക് എത്തുന്നില്ല. അങ്ങനെയാണ് ഓസോൺ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അംബർല അല്ലെങ്കിൽ ഒരു പുതപ്പായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. സെറ്റാണോ? ഓക്കെ. ആൻഡ് ഓസോൺ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓസോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള വാതകങ്ങളൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. എർത്തില് സ്ഥിരമായ താപനിലയെ നിലനിർത്താൻ സഹായിക്കുന്ന ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, അതുപോലെ ഓസോൺ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇതിന്റെ ഒന്നും അളവ് കൂടാനും പാടില്ല, കൂടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ഓർത്തു വെക്കുക, ഓസോൺ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതായത് ഓസോൺ ലെയർ ഡെപ്ലീഷൻ മീൻസ് ഓസോൺ ലെയറിന്റെ ശോഷണം അല്ലെങ്കിൽ ഓസോൺ ലെയർ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ കോസസ് ദ ഡെപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഓക്കെ, ഓസോൺ ലെയറിന്റെ ഡെപ്ലീഷന് കാരണമാകുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFC ആണ് ഓസോൺ ലെയർ ഡെപ്ലീഷന് കാരണമാകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുമ്പോൾ ക്ലോറിനും ഫ്ലൂറിനും കാർബണും കൂടിയിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയാം. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് എന്ത് ചെയ്യും? മിക്സ് ആവുന്നു.
ആൻഡ് റീച്ചസ് ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്നു. അവിടെയാണ് ഓസോൺ നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്നു. ആൻഡ് അണ്ടർഗോ സെൽഫ് ഡിസോസിയേഷൻ ടു ഫോം ക്ലോറിൻ. അപ്പോൾ ഈ CFC എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലെത്തുന്നു, മിക്സ് ആവുന്നു, സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്നു. എന്നിട്ട് ഇതിലൊരു ക്ലോറിൻ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും, ഡിസോസിയേറ്റ് ചെയ്യും ടു ഫോം ക്ലോറിൻ. ക്ലോറിൻ പുറത്തേക്ക് വരുന്നു. ആൻഡ് ക്ലോറിൻ ഡീകമ്പോസസ് ദ ഓസോൺ മോളിക്യൂൾ ഇൻ ടു ഓക്സിജൻ. ഓക്കെ, ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഓസോണിനെ ഡീകമ്പോസ് ചെയ്യും, വിഘടിപ്പിക്കും, എന്നിട്ട് ഓക്സിജൻ ആക്കി മാറ്റും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിൽ ഇവ രണ്ടുപേരും ഒരു ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ പോവാണ്. O3 ഉണ്ടാവുന്നു, O2 ഉണ്ടാവുന്നു, O3 ഉണ്ടാവുന്നു, O2 ഉണ്ടാവുന്നു. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഇങ്ങനെ പോവാണ് അല്ലേ. ആ സമയത്താണ് CFC ചെന്നിട്ട്, ക്ലോറിൻ ചെന്നിട്ട് ഓസോണിനെ O2 ആവാൻ വേണ്ടിയിട്ട് സഹായിക്കാണ്. നല്ലൊരു കാര്യം ചെയ്തതാണ്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുക? ക്ലോറിൻ ചെന്നിട്ട് ഓസോണിനെ വിഘടിപ്പിക്കുകയാണ്, O2 ആക്കി മാറ്റുകയാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു സൈക്ലിക് പ്രോസസ്, ഇക്വിലിബ്രിയത്തിൽ പോകുന്ന ഈ ഒരു സൈക്ലിക് പ്രോസസ് ഡിസ്റ്റർബ് ആവൂലേ? ക്ലോറിൻ ചെന്നിട്ട് ഓസോണിനോട് പറയാണ് ഞാൻ O2 ആക്കാന്ന് പറഞ്ഞിട്ട് അതിന് O2 ആക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു അൾട്രാ വയലറ്റ് റേഡിയേഷൻ യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഓസോണിന് ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അൾട്രാ വയലറ്റ് റേഡിയേഷന്റെ എനർജി അവിടെ യൂസ് ചെയ്യാതെ അതൊക്കെ ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. റൈറ്റ്? ഓക്കെ, അപ്പൊ നോക്കിക്കേ, സെൽഫ് ഡിസോസിയേഷൻ to form chlorine, and this chlorine decomposes the ozone molecule into oxygen. This disturbs the equilibrium of the ozone-oxygen cyclic process. The depletion of atmospheric ozone. ഇങ്ങനെ ഈ സംഭവിക്കുന്ന ഈ ഒരു ഓസോണിന്റെ ഡെപ്ലീഷൻ എന്തിനു കാരണമാവും? റെഡ്യൂസസ് ദ അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. അൾട്രാവയലറ്റ് റേഡിയേഷന്റെ അബ്സോർപ്ഷനെ അവിടെ കുറയ്ക്കുകയാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് എത്തും. ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒക്കെ കൂടുതലായിട്ട് ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങും. സ്കിൻ ക്യാൻസർ പോലുള്ള വലിയ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആണ് chlorofluorocarbons or CFC are a type of compounds that contain atoms such as chlorine, fluorine, carbon, as we said. Okay, chlorine, fluorine, carbon അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് chlorofluorocarbon. They can be easily liquefied. അതിനെ പെട്ടെന്ന് നമുക്ക് ദ്രവീകരിക്കാൻ പറ്റും by applying pressure. When the liquefied CFC evaporates. Okay, അപ്പോൾ ഈ ഒരു ലിക്വിഫൈഡ് CFC ഇവാപറേറ്റ് ചെയ്യുന്ന സമയത്ത് ദേ പ്രൊഡ്യൂസ് എ കൂളിംഗ് എഫക്റ്റ്. ഇതിനൊരു കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ they are used in refrigerators and AC etc. AC-യിലും റെഫ്രിജറേറ്റേഴ്സിലൊക്കെ നമ്മൾ ഈ ഒരു CFC-നെ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, വെൻ ദീസ് ഡിവൈസസ് ആർ ഡിസ്കാർഡഡ്, ഇത് ഉപയോഗശൂന്യമാകുന്ന സമയത്ത് ഈ റെഫ്രിജറേറ്ററും CFC ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഉപയോഗശൂന്യമാകുന്ന സമയത്ത് ദേ കോസ് CFC എമിഷൻ. ഓക്കെ, CFC എമിഷൻ വരുന്നു, അത് അന്തരീക്ഷത്തിലെത്തുന്നു, അത് സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്നു, ഓസോൺ ഡെപ്ലീഷന് കാരണമാകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ റെഫ്രിജറേറ്ററും AC-യും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം? CFC-യിൽ ക്ലോറിൻ അടങ്ങിയിട്ടുള്ളത്, ക്ലോറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ക്ലോറിൻ ഇല്ലാത്ത കോമ്പൗണ്ട്സ് വെച്ചിട്ട് CFC-നെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ റീപ്ലേസ് ചെയ്ത സാധനങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ്? ഹൈഡ്രോഫ്ലൂറോകാർബൺ HFC ഉപയോഗിക്കുന്നു CFC-ക്ക് പകരം ഇപ്പോൾ. ദെൻ ലിക്വിഫൈഡ് ഹൈഡ്രോകാർബൺസ്, ലിക്വിഡ് അമോണിയ ഉപയോഗിക്കുന്നു. ദെൻ സോളിഡ് കാർബൺ ഡയോക്സൈഡ്, നമ്മൾ പറഞ്ഞ ഡ്രൈ ഐസ് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നു ഇൻസ്റ്റെഡ് ഓഫ് CFC. ഓക്കെ, ദെൻ September 16th ഈസ് ഒബ്സർവ്ഡ് ആസ് ഇന്റർനാഷണൽ ഓസോൺ ഡേ. ഇന്റർനാഷണൽ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് September 16th എന്നുള്ളതും കൂടെയാണ് പറഞ്ഞത്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ നോൺ മെറ്റൽ ആയിട്ടുള്ള ഫ്ലോറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊക്കെ ബ്ലീച്ചിങ് പൗഡറിന്റെ സ്മെല്ല് നന്നായിട്ട് പരിചയം ഉണ്ടോ? യെസ്, അതൊരു കുത്തുന്ന സ്മെല്ലാണ് അല്ലെ, നമ്മളുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന ഒരു സ്മെല്ലാണ്. Yes, the smell of bleaching powder, CaOCl2, calcium oxychloride bleaching powder, okay, is familiar to you. The presence of chlorine in bleaching powder is the reason for the smell. ആ ഒരു സ്മെല്ലിന് കാരണം എന്താണ്? ബ്ലീച്ചിങ് പൗഡറിലുള്ള ക്ലോറിൻ ആണ്. ഓക്കെ, ക്ലോറിന്റെ സ്മെല്ലാണ് ആ അടിച്ചു കയറുന്നത്. ഓക്കെ, then chlorine does not exist freely in nature because it is highly reactive.
നമ്മളുടെ നേച്ചറിൽ ക്ലോറിൻ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യൂല, ബിക്കോസ് ക്ലോറിൻ ഭയങ്കര റിയാക്റ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ക്ലോറിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം അല്ലെ. അറ്റോമിക് നമ്പർ 17 ആണ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 287 ആണ്. ദെൻ മാസ് നമ്പർ എത്ര വരും? 35 ആണ് അല്ലെ. ക്ലോറിന്റെ മാസ് നമ്പർ 35 ആണ്, 35 ആണ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസും 17 വരും. അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസും എത്ര വരും? 17 വരും അല്ലെ. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, 18 ആണ്, ബിക്കോസ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ദാറ്റ് ഈസ് 18. ആൻഡ് വാലൻസി എത്രയാണ് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. സോ ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാണ് ചെയ്യുക, ഒരു ഇലക്ട്രോണിനെ. സോ വാലൻസി ഈസ് 1. ആൻഡ് നെയിം ഓഫ് ദി എലമെന്റ് ഫാമിലി, നമുക്കറിയാം 17th ഗ്രൂപ്പിലാണ് ക്ലോറിൻ ഉള്ളത്. അതിന്റെ പേര് ഹാലജൻ ഫാമിലി ആണ് എന്നുള്ളതും നമുക്കറിയാം. എങ്ങനെയാണ് ക്ലോറിനെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഇൻ ലബോറട്ടറി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഉണ്ട്. ഓക്കെ, അടിയിൽ ഉരുണ്ടിട്ടുള്ള ഒരു ഫ്ലാസ്ക് എടുക്കുന്നു. 2 കോണിക്കൽ ഫ്ലാസ്കുകൾ എടുക്കുന്നു. ദെൻ ഒരു ജാർ എടുക്കുന്നുണ്ട്. ദെൻ ക്യാരിയിങ് ട്യൂബ്സ് ഉണ്ട്, തിസിൽ ഫണൽ ഉണ്ട്, ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, അടിയിൽ ഉരുണ്ടിട്ടുള്ള ഫ്ലാസ്കിലേക്ക് ആദ്യം നമ്മൾ KMnO4, നമ്മളുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഇട്ട് കൊടുക്കുന്നു. ദെൻ തിസിൽ ഫണലിലൂടെ കോൺസെൻട്രേറ്റഡ് HCl നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ KMnO4ഉം കോൺസെൻട്രേറ്റഡ് HCl-ഉം ഈ ഒരു ഫ്ലാസ്കിലുണ്ട്. എന്തിലാണ് ഇവർ ഏർപ്പെടുന്നത്? ഓക്കെ, KMnO4ഉം HCl-ഉം വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതാണ് KCl MnCl2 + H2O + ക്ലോറിൻ. ഓക്കെ, 4 പ്രൊഡക്റ്റുകളാണ് ഉണ്ടായത്. അതിൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഉണ്ടായിട്ടില്ലേ? നമുക്ക് ക്ലോറിനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ KMnO4ഉം കോൺസെൻട്രേറ്റഡ് HCl-ഉം തമ്മിൽ പ്രവർത്തിപ്പിക്കുന്നു. അവര് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. KCl MnCl2 8H2O 5Cl2 ക്ലോറിൻ ആറ്റവും ഉണ്ടായിട്ടുണ്ട്, ക്ലോറിൻ ഗ്യാസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ക്ലോറിൻ ഗ്യാസ് നേരെ പോകുന്നത് വാട്ടറിലേക്കാണ്. വാട്ടറിൽ മുങ്ങിയിട്ട് ദെൻ അതിനെ നേരെ കൊണ്ടുപോകുന്നത് H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിലേക്കാണ് നെക്സ്റ്റ് കൊണ്ടുപോകുന്നത്. കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ടാണ് നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ കളക്ട് ചെയ്യുന്നത്, ഒരു ജാറിൽ കളക്ട് ചെയ്യുന്നത്. അതിനുള്ളത് the chlorine gas obtained is collected in the jar after passing it first through water and then through sulfuric acid. Why is it done so? ഈ കിട്ടിയ ക്ലോറിൻ ഗ്യാസിന് ആദ്യം വെള്ളത്തിലൂടെയും പിന്നീട് സൾഫ്യൂരിക് ആസിഡിലൂടെയും പാസ് ചെയ്യിക്കുന്നുണ്ട്. എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ ആൻസർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എ സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പർ ഈസ് ഓൾസോ റിലീസ്ഡ് അലോങ് വിത്ത് ദി ക്ലോറിൻ ഗ്യാസ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ക്ലോറിൻ ഗ്യാസിന്റെ കൂടെ എന്തുകൂടെ വന്നിട്ടുണ്ടാവും? HCl-ന്റെ കുറച്ച് വേപ്പർ. ഓക്കെ, കുറച്ച് വേപ്പർ, ക്ലോറിന്റെ കൂടെ HCl-ന്റെ കുറച്ച് വേപ്പറും കൂടെ ഇതിന്റെ ഉള്ളിലൂടെ പോരുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാണ്? നമ്മൾ ആദ്യം അതിനെ വെള്ളത്തിലൂടെ ഇറക്കുന്ന സമയത്ത് ക്ലോറിന്റെ കൂടെയുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പർ എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ ഡിസോൾവ് ആവും. ഓക്കെ, അപ്പൊ HCl-നെ നമ്മൾ അവിടെ സൈഡാക്കി. ഓക്കെ, പിന്നെ ഇതിലൂടെ ക്ലോറിൻ ഇങ്ങനെ പോവാണ്. അപ്പോ ക്ലോറിന്റെ കൂടെ ഉണ്ടായിരുന്ന HCl-നെ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ H2O-യിലൂടെ കടത്തി വിട്ടു. അപ്പൊ HCl വെള്ളത്തിൽ ലയിച്ചു, ഡിസോൾവ് ആയി, വാട്ടറിൽ ഡിസോൾവ് ആയി. ഓക്കെ, നമുക്കൊക്കെ അറിയാം, നമ്മളുടെ മേല് ചളിയായെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഈ പെന്നിൽ ചളിയായെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇതിനെ കൊണ്ടുപോയിട്ട് എന്താണ്? വെള്ളത്തിൽ മുക്കാണ്. അപ്പം ഈ ചളിയൊക്കെ വെള്ളത്തിൽ പോകും. എന്നിട്ട് അതിനെങ്ങനെ ഉയർത്തിയെടുക്കുന്ന സമയത്ത് പേൻ ഒറ്റക്കാണോ ഉണ്ടാവുക? അപ്പോ ക്ലോറിന്റെ കൂടെയുള്ള HCl-നെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ആക്കി. ദെൻ ഈ ക്ലോറിൻ ഇതിലൂടെ പോകുന്ന സമയത്ത്, വെള്ളത്തിൽ മുങ്ങി പോകുന്ന സമയത്ത് ക്ലോറിന്റെ കൂടെ കുറച്ച് ജലബാഷ്പവും കൂടെ ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും. ഈ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാൻ നമ്മളുടെ H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിന് കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള ക്ലോറിനെ ദെൻ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ അതിന്റെ കൂടെയുള്ള വാട്ടർ വേപ്പറിനെ H2SO4 അബ്സോർബ് ചെയ്യുന്നു. ദെൻ ക്ലോറിനെ ജാറിലേക്ക്, പ്യുവർ ക്ലോറിനെ നമ്മൾ ജാറിലേക്ക് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്.
Okay, a small amount of hydrogen chloride vapor is also released along with the chlorine gas, and hydrogen chloride vapors dissolve in water when passed through it. വാട്ടറിലൂടെ കടത്തി വിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പർ അതിൽ ഡിസോൾവ് ആവുന്നു, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നു. Then sulfuric acid can absorb the water vapor in the chlorine gas. Then chlorine ഗ്യാസിൽ ഉണ്ടാകുന്ന അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനും സൾഫ്യൂരിക് ആസിഡിന് കഴിയും. സോ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അതിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെയും പാസ് ചെയ്യിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ. ക്ലോറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി 3 കാര്യങ്ങളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിനിൽ വരുന്നത്. ഗ്രീനിഷ് യെല്ലോ ഇൻ കളർ, ഒരു പച്ച മഞ്ഞ നിറമാണ്, പച്ച കലർന്ന മഞ്ഞ നിറമാണ് നമ്മളുടെ ക്ലോറിൻ ഉള്ളത്. ദെൻ പങ്ജൻ സ്മെല്ലിങ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കുത്തുന്ന സ്മെല്ലാണ് ക്ലോറിൻ ഉള്ളത്. ദെൻ ഡെൻസർ ദാൻ എയർ, എയറിനെ കാട്ടിലും ഡെൻസിറ്റി കൂടുതലാണ് ക്ലോറിൻ ഗ്യാസിന്. ഓക്കെ, ദെൻ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലോറക്സ്, നമ്മളുടെ വീട്ടിലൊക്കെ ക്ലോറക്സ് യൂസ് ചെയ്യാറുണ്ടാവും. വൈറ്റ് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിലെ പോവാത്ത കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലോറക്സ് യൂസ് ചെയ്യും അല്ലേ. അതിലൊക്കെ ഉള്ളത് ക്ലോറിൻ ആണ് അവിടെ ബ്ലീച്ച് ചെയ്യാൻ സഹായിക്കുന്നത്. ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ ആണ് നമ്മളെ അവിടെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ടേക്ക് 2 jars ഫിൽഡ് വിത്ത് ക്ലോറിൻ ഗ്യാസ്, 2 ജാറുകൾ ക്ലോറിൻ ഗ്യാസ് ഫില്ല് ചെയ്ത് 2 ജാറുകൾ എടുക്കുന്നു. ദെൻ ടേക്ക് എ കളേർഡ് ക്ലോത്ത്, നമ്മൾ ഒരു കളേർഡ് ക്ലോത്ത് എടുക്കുന്നു, അതിനെ 2 പീസാക്കി മാറ്റുന്നു. ക്ലോത്ത് ആൻഡ് കട്ട് ഇറ്റ് ഇൻറ്റു 2 പീസസ്, അതിനെ 2 പീസാക്കിയിട്ട് മാറ്റുന്നു. പുട്ട് എ വെറ്റ് പീസ് ഇൻറ്റു 1 jar ആൻഡ് ദി അതർ ഡ്രൈ പീസ് ഓഫ് ക്ലോത്ത് ഇൻറ്റു സെക്കൻഡ് jar. ഈ 2 പീസാക്കിയ ക്ലോത്തിനെ, കളേർഡ് ക്ലോത്തിനെ നമ്മൾ നനക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള പീസ് ഒരു ജാറിലും വെറ്റ് ആയിട്ടുള്ള പീസ് സെക്കൻഡ് ജാറിലും നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ വീട്ടിലെ ക്ലോറക്സ് ഒക്കെ കളേർഡ് ഡ്രസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ. വൈറ്റ് ഇടാനേ നമുക്ക് പറ്റുള്ളൂ, വൈറ്റ് ഇട്ടാൽ നമുക്ക് സേഫ് ആണ്. പക്ഷെ കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ക്ലോറക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മങ്ങി ഫെയ്ഡായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു ജാറിൽ 2 ജാറിൽ നമ്മൾ ഒന്നിൽ വെറ്റ് പീസും ഒന്നിൽ ഡ്രൈ പീസും നമ്മൾ ഇട്ടു. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വെറ്റ് പീസിന്റെ കളർ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡീകളറൈസ് ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ ക്ലോറിൻ. ഓക്കെ, വെറ്റ് പീസിന്റെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ടാവും. ഡ്രൈ ആയിട്ടുള്ളതിൽ കാര്യമായിട്ട് കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്ലോറിൻ എന്ത് ചെയ്യും, H2O കമ്പൈൻ ചെയ്യുന്നു, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡും HOCl അല്ലെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവുന്നു. ഈ ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അൺസ്റ്റേബിൾ ആണ്. Okay, hypochlorous acid is unstable, so it is decomposes to form hydrochloric acid and nascent oxygen. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡും നെയ്സെന്റ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ നവജാത ഓക്സിജൻ, അപ്പോൾ ഉണ്ടായ ഓക്സിജനെയാണ് നമ്മൾ നെയ്സെന്റ് ഓക്സിജൻ എന്ന് പറയാം. ഈ നെയ്സെന്റ് ഓക്സിജന്റെ പ്രത്യേകത എന്താ, നെയ്സെന്റ് ഓക്സിജൻ ആക്ട് ആസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ടു ഡീകളറൈസ് ദ കളേർഡ് സബ്സ്റ്റൻസ്. കളേർഡ് സബ്സ്റ്റൻസിന്റെ ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മളുടെ നെയ്സെന്റ് ഓക്സിജന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ക്ലോറിന്റെ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. അതിലുള്ള ക്ലോറിന് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് HClഉം HOCl ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡ് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതെന്ത് ചെയ്യും, HClഉം നെയ്സെന്റ് ഓക്സിജനുമായിട്ട് മാറുന്നു. Nascent oxygen act as a powerful oxidizing agent to decolorize the colored substance. അപ്പോൾ കളേർഡ് തുണികളെയൊക്കെ ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നെയ്സെന്റ് ഓക്സിജൻ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കും. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ CaOCl2 calcium oxychloride is prepared by passing dry chlorine gas through dry slaked lime. ലൈം വാട്ടർ നമ്മൾ പഠിച്ചാണ് അല്ലേ. ലൈം വാട്ടർ എന്ന് പറയുന്നത് സ്ലേക്ഡ് ലൈമിന്റെ സൊല്യൂഷൻ ആണ്, CaOH twice.
കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഡ്രൈ സ്ലേക്ഡ് ലൈം CaOH ട്വൈസിന്റെ കൂടെ ഡ്രൈ അതിലേക്ക് എന്താണ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുന്ന സമയം അങ്ങനെയാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. CaOCl2 പ്ലസ് CaCl2 പ്ലസ് H2O എന്നിവയൊക്കെയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് ത്രൂ ഡ്രൈ സ്ലേക്ഡ് ലൈം. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ആണ് ഇത്, കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ദെൻ യൂസ് ഓഫ് ക്ലോറിൻ. യെസ്, യൂസസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് ഫോർ ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടു പ്രിപ്പയർ ആൻറ്റിസെപ്റ്റിക് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ആൻറ്റിസെപ്റ്റിക്കും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആസ് എ ഡിസിൻഫെക്റ്റൻറ്റ്, ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടും നമ്മൾ ക്ലോറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ടോപ്പിക്കാണ്, ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലോറൈഡ് സാൾട്ട്. ക്ലോറൈഡ് സാൾട്ടിന്റെ ഐഡന്റിഫിക്കേഷൻ, എങ്ങനെയാണ് നമുക്ക് ക്ലോറൈഡ് സാൾട്ട് ആണ് എന്ന് മനസ്സിലാകുക, അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ക്ലോറൈഡ് സാൾട്ട് എടുക്കുകയാണ്, അതിന്റെ സൊല്യൂഷൻ എടുക്കുകയാണ്, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതായത് നമ്മളുടെ ഉപ്പ് ലായനി എടുക്കുകയാണ്. And add 2 or 3 drops of silver nitrate solution into it. അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അതിൽ 2 or 3 ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ, എന്താണ് ഒബ്സർവേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചതാണ് അല്ലേ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ പഠിച്ചതാണ്. NaClലേക്ക് AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് AgCl പ്ലസ് NaNO3 കിട്ടും. AgCl ഇസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണല്ലോ, ഓർമ്മയുണ്ടോ? NaClലോട്ട് AgNO3 സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ AgCl പ്ലസ് NaNO3 കിട്ടും. AgCl ഇസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ഇനി ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആഡ് ammonium hydroxide NH4OH solution to the white curdy precipitate. സിൽവർ ക്ലോറൈഡ് ആണത്. ഓക്കെ, ഈ വൈറ്റ് കേർഡി AgCl പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു ദി പ്രസിപ്പിറ്റേറ്റ്, ആ പ്രസിപ്പിറ്റേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണം. ദ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ്സ് ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഇതൊരു ക്ലോറൈഡ് സാൾട്ട് സൊല്യൂഷൻ ആണ്, അതിൽ നിന്നും കിട്ടിയിട്ടുള്ള, അതിലേക്ക് AgNO3 ചേർത്തപ്പോൾ കിട്ടിയിട്ടുള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ആകുന്നുണ്ട് എങ്കിൽ അതൊരു ക്ലോറൈഡ് സാൾട്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമോണിയം ഹൈഡ്രോക്സൈഡിൽ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആകുന്നില്ല എങ്കിൽ അത് ക്ലോറൈഡ് സാൾട്ട് അല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.